അപ്പോൾ വീണ്ടും കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഈവനിങ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രാത്രി പൂരത്തിനുള്ള വലിയ വിളക്കോട് സംബന്ധിച്ച് രാത്രി പൂരത്തിനുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് മറ്റാരുമല്ല, തോട്ടക്കാട് വിനായകൻ്റെ കുളിസീനാണ്. അപ്പോൾ ആൾ കുളിച്ച് പൂരത്തിന് വേണ്ടിയിട്ട് കുളിച്ച് പോകുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വലിയ വിളക്കിൻ്റെ സമയമാണ്. അപ്പോൾ അതിന് അമ്പലത്തിലെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം, ഒരുപാട് ക്യാമറ കണ്ണുകൾ നമ്മുടെ സ്ക്രീനിലും കാണാൻ കഴിയുന്നുണ്ട്. ഇത് മറ്റാരുമല്ല, നമ്മുടെ കേമനായ അതിഥിയാണ്. പുതുപ്പള്ളി ഗണേശനും മണിയൻ ചേട്ടനും അവരും ഇതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വലിയ വിളക്കോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. 3 ഗജവീരന്മാരാണ് അണിനിരന്ന് പോകുന്നത്. അപ്പോൾ വലിയ വിളക്കിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. വലിയ വിളക്ക് പടിഞ്ഞാറ് വശത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭഗവാന്റെ തിടമ്പേറി നിൽക്കുന്നത് മറ്റാരുമല്ല, തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. പിന്നെ വലത്ത് നിൽക്കുന്നത് നമ്മുടെ പല്ലാട്ട് ബ്രഹ്മദത്തനും ഇടത്ത് നിൽക്കുന്നത് നമ്മുടെ കുറുപ്പത്ത് ശിവശങ്കരനുമാണ്. അപ്പോൾ വലിയ വിളക്കാണ് നിങ്ങൾ കാണുന്നത്. ഭഗവാന്റെ നടയിൽ പടിഞ്ഞാറ് വശത്തെ ആ വലിയ വിളക്കിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്നിട്ട് തിടമ്പുമായിട്ട് ഭഗവാനും അകമ്പടി സേവിക്കുന്ന 2 ആനകളും കൂടിയിട്ട് കിഴക്ക് വശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കിഴക്ക് വശത്ത് മറ്റ് ഗജവീരന്മാർ ഇപ്പോൾ അവിടെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് പൂരം തുടങ്ങാനായിട്ട്. ഈ വലിയ വിളക്കിനോടനുബന്ധിച്ചുള്ള രാത്രി പൂരത്തിന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഇതാ നമ്മുടെ ആ ഒരു കിഴക്ക് വശത്തുള്ള അവിടേക്ക് വന്ന് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ കാഴ്ചക്കാരെയും എല്ലാം എന്താ പറയണ്ടേ, ഭക്തി സാന്ദ്രമാക്കിക്കൊണ്ടാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് ഈ തിടമ്പെടുത്ത് നിൽക്കുന്നത്. പിന്നെ നമ്മൾ 2 കുട്ടി കുറുമ്പന്മാരെ നമ്മൾ കാണുന്നുണ്ടല്ലേ നമ്മുടെ സ്ക്രീനിൽ. അത് മറ്റാരുമല്ല, നന്ദിലത്ത് ഗോപികണ്ണനും പിന്നെ ദേവസാരോമലിനെയാണ് കാണുന്നത്. ചെണ്ടയിൽ വിസ്മരം തീർക്കുന്ന നമ്മുടെ പെരുവനം കുട്ടന്മാരുടെ മേളത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ എന്താ പറയണ്ടേ, മനസ്സിനെ കുളിർമയേകുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാവരും റെഡിയായിട്ട് നമ്മുടെ കിഴക്ക് വശത്ത് ഇങ്ങനെ നിൽക്കുകയാണ് പൂരത്തിനായിട്ട്.
അപ്പോൾ എല്ലാവരും പകൽ നടന്ന പൂരത്തിൻ്റെ ഈ വലിയ വിളക്കിൻ്റെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ പകൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ ചൂടേറിയ ഒരു നിമിഷമായിരുന്നു. എന്നാൽ രാത്രിയും അതേ ഒരു ചൂടും അതേ ഒരു ആവേശവും പകൽ നടന്ന പൂരത്തിനേക്കാൾ ഒരു ആവേശമാണ് ഞാനിവിടെ എന്താ പറയുക രാത്രി കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ സൗണ്ടുകളെല്ലാം കേൾക്കാം. വളരെ ആവേശം നിറഞ്ഞ ഒരു ഓഡിയൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ആനപ്രേമികളും പൂരപ്രേമികളും അടക്കം ഭഗവാന്റെ ഈ ഒരു എന്താ പറയണ്ടേ ഈ ഒരു ചൈതന്യ മുഹൂർത്തം നേടാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഗജവീരന്മാർ ആരായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റാരുമല്ല, തിടമ്പെടുത്തിരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം തിരുവമ്പാടി ചന്ദ്രശേഖറാണ്. പിന്നെ പല്ലാട്ട് ബ്രഹ്മദത്തൻ, കുറുപ്പത്ത് ശിവശങ്കർ ബാസ്റ്റിൻ, വിനയ സുന്ദർ, തോട്ടയ്ക്കാട് വിനായകൻ പുതുപ്പള്ളി, അർജുനൻ, ഒല്ലുക്കര ജയറാം, നന്ദിലത്ത് ഗോപി, ദേവദാസ് ആരോമൽ, പുതുപ്പള്ളി ഗണേശൻ, പത്മതീർത്ഥം സൂര്യനാരായണൻ, ശങ്കരംകുളങ്ങര ഉദയൻ, എഴുപത്തുപുരക്കൽ ഗംഗപ്രസാദ്, ദുർഗാദാസൻ, അയ്യപ്പത്ത് ബാലകൃഷ്ണൻ, അരുൺ അയ്യപ്പൻ, അയ്യയിൽ ഗൗരീനന്ദൻ. ഇത്രയും ഗജവീരന്മാരാണ് ഇവിടുത്തെ മേളത്തിനും ഇവിടുത്തെ ആഘോഷത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയണ്ടേ ഈ ഒരു ധന്യ മുഹൂർത്തം എന്ന് വേണമെങ്കിൽ പറയാം ഇത് പൂർത്തിയാക്കാനായിട്ട്. ഇത്രയും ആനകളാണ് ഇവിടെ ഉടമ്പടി സേവിച്ചതും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 ആനകൾക്ക് തിടമ്പെടുക്കുന്ന നമ്മുടെ ചന്ദ്രശേഖർ അടക്കം തിരുവമ്പാടി ചന്ദ്രശേഖർ അടക്കം 5 ആനകൾക്ക് ഇവിടെ സ്വർണ്ണത്തിൽ തീർത്ത നെറ്റിപ്പട്ടവും മുത്തുകുടകളുമാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെ വലിയൊരു എന്താ പറയണ്ടേ ഇവിടെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ചിട്ടാവട്ടങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ തിടമ്പ് അതെങ്ങനെയാണ് നെറ്റിപ്പട്ടം കൊണ്ടുവരുന്നത്, എത്ര സൂക്ഷ്മമായിട്ടാണ് അത് ഗജവീരന്മാരിൽ അണിയിക്കുന്നത്, അത് പാപ്പാന് മാത്രമുള്ളൊരു ഡ്യൂട്ടിയാണ്. ഈ നെറ്റിപ്പട്ടം കൊണ്ടുവരുന്നതും അത് അണിയിക്കുന്നതും തിരിച്ച് കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുന്നതും എല്ലാം അത് വലിയൊരു കാഴ്ചയാണ്. പിന്നെ എന്താ പറയണ്ടേ ഒരുപാട് വിശേഷങ്ങളാണ് ഈ വലിയ വിളക്കിൽ ഇവിടെ പറയാനുള്ളത്. പിന്നെ എന്താണ് ഇവിടുത്തെ ആനകൾ, ഈ 5 ആനകളിലാണ് ഈ ഒരു തിടമ്പിൻ്റെ വിശേഷം. ബാക്കി ആനകൾ വെള്ളി നെറ്റിപ്പട്ടവും വെള്ളിക്കൊടകളുമാണ് ഇവിടെ ചൂടുന്നത്. പിന്നെയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ പൂരം. നിങ്ങൾക്ക് ഈ മേളം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ബാക്ക്ഗ്രൗണ്ടിൽ തൃശ്ശൂർ പൂരം നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടതാണെന്ന്. അപ്പോൾ തൃശ്ശൂർ പൂര മേള പ്രമാണിയായിരുന്ന പെരുവാനം കുട്ടന്മാരാരുടെ മേളമാണ് ഇവിടെ നടക്കുന്നത്. പെരുവാനം കുട്ടന്മാരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളപ്രേമികൾക്ക് ഹരം കൊള്ളിപ്പിക്കുന്ന എന്താ പറയണ്ടേ മേളപ്രേമികൾക്ക് ഹരം കൊള്ളിപ്പിക്കുന്ന ഒരു വാദ്യം തരുന്നൊരു വലിയൊരാളാണ്. അപ്പോൾ കുട്ടന്മാരാരുടെ വാദ്യമാകുമ്പോൾ ഇവിടെ പിന്നെ ഒന്നും പറയണ്ടല്ലോ. ഇവിടെ ഏറ്റവും കൂടുതലൊരു വൈബ് തന്നെ ഉണ്ടാവും. പാണ്ടിയും ചെമ്പടയും അടങ്ങുന്ന വാദ്യമേളങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊന്നുമല്ല, ഈ 5 തിടമ്പെടുക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ വേറെ ആരുമില്ല, തിരുവമ്പാടി ചന്ദ്രശേഖറാണ് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മുടെ പല്ലാട്ട്, കുറുപ്പത്ത്, ദേവദാസ് ആരോമൻ, നന്ദലത്ത്, ഗോപികണ്ണൻ. ഈ ദേവദാസും ഗോപികണ്ണനൊക്കെ ചെറിയ കുറുമ്പന്മാരാണ് കേട്ടോ. തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ ഇടവും വലവും നിൽക്കുന്ന ചെറിയ കുറുമ്പന്മാരായുള്ള കുട്ടി ആനകളാണത്. ഓക്കെ, അപ്പോൾ വളരെ ഭയങ്കര ഒരു വൈബ്രൻ്റ് ഉള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. എനിക്കൊന്നും പറയാനില്ല. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഗജവീരന്മാരുടെ ഈ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിന് വളരെ ഭാഗ്യമായിട്ട് തോന്നുന്നു. അതുമാത്രമല്ല ഒരുപാട് നല്ല മനസ്സുകളാണ് ഇവിടെ പരിചയപ്പെടാൻ പറ്റിയത്. ഒരുപാട് പേര്, അവരുടെ പേരൊന്നും എടുത്ത് പറയാനായിട്ട് എനിക്കറിയില്ല, ബട്ട് ഒരുപാട് നല്ല മുഹൂർത്തമാണ്. എന്താ പറയണ്ടേ ആനപ്രേമികളുടെ ഒരു സംഘം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആരുടെയൊക്കെ ഫാനിൻ്റെ ബാനറൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉയർത്തിയിട്ടുണ്ട്. തിരുവമ്പാടി ചന്ദ്രശേഖർ ആണോ അതോ ആരാണെന്നും അറിയില്ല. നമുക്ക് എന്തായാലും ആ വിശേഷം കൂടി നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. എന്തായാലും ഇപ്പോൾ എല്ലാവരും എന്താ പറയണ്ടേ പടിഞ്ഞാറേ നടയിൽ നിന്ന് കിഴക്കേ നടയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ പൂരം കഴിയും. അപ്പോൾ വലിയ വിളക്കിൻ്റെ വിശേഷങ്ങളും കഴിയും. എന്തായാലും ഇപ്പോൾ രാത്രി ഏകദേശം 1:30 മണിയാവുന്നു. 1:30 മണി രാവിലെ തുടങ്ങിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂടെ ആനയൂട്ടും എല്ലാ വിശേഷങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ കരികുല ഫാമിലിയും കേരള എലിഫൻസിൻ്റെ ഫാമിലി എല്ലാവരും ഹാപ്പി ആവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോറി, ഒരു ചേട്ടൻ പോയതാണ്, ഇവിടെ ഭയങ്കര തിരക്കാണ്. ഈ റഷ്യൻ്റെ ഇടയിൽ എനിക്ക് സംസാരിക്കണം. അപ്പോൾ കരികുലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാ ആനപ്രേമികൾക്കും ഇതൊരു നല്ലൊരു മുഹൂർത്തമാകട്ടെ എന്ന് ഞാൻ എന്താ പറയണ്ടേ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ. എനിവേ ബൈ ബൈ, ടാറ്റാ.